ഏത് തരം ലഹരിയാണ് ഉപയോഗിച്ചത്, എത്ര കാലമായ ലഹരി ഉപയോഗിക്കുന്നു പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പോലീസിനെയും കൂടുതൽ സയന്റിഫിക് റിപ്പോർട്ട്സ് ആവശ്യമുണ്ട്. പക്ഷേ ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ സാധാരണ നിലയ്ക്ക് ഒരു ദുരൂഹ സാഹചര്യവുമില്ലാത്ത ഒരു സംഘർഷത്തിൻ്റെയും പശ്ചാത്തലമില്ലാത്ത അങ്ങനെ കാര്യമായ ഒരു പ്രശ്നവുമില്ലാതെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ അനുജനെ അടക്കം ഒരാൾ എന്തിനു കൊന്നുകളയുന്നു, കാമുകയെ എന്തിനു കൊല്ലുന്നു, അല്ലെങ്കിൽ വൃദ്ധ മാതാവിനെ എന്തിനു കൊല്ലുന്നു, ഈ ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ലഹരിക്ക് അടിമയായ ഒരാൾക്ക് സ്വാഭാവികമായും സംഭവിക്കാനിടയുള്ള മാനസിക വിഭ്രാന്തിയുടെ ഒടുവിലാണ് ഈ ക്രൂരമായ കൊലപാതക പരമ്പര നടത്തിയിട്ടുള്ളതെന്ന് പോലീസ് സംശയിക്കുന്നു. അപ്പോൾ എന്ത് സബ്സ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നത്? സിന്തറ്റിക് ലഹരിയാണോ, മറ്റെന്തെങ്കിലും കഞ്ചാവ് പോലെയുള്ള കാര്യങ്ങളാണോ? ഇതൊക്കെ പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യവുമാണ് എന്ന് മനസ്സിലാക്കണം. എന്തായാലും പ്രതി ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് ഇതിലെ ഒരു വലിയ ഒരു ടേണിംഗ് പോയിന്റാണ് എന്ന് നമ്മൾ കാണേണ്ട കാര്യമാണ്. എന്നോടൊപ്പം ശ്രീ സുരേഷ് കുമാർ, സൈക്കോളജിസ്റ്റ്, തത്സമയം ചേരുന്നു. ശ്രീ സുരേഷ് കുമാർ, ഈ കേരളത്തിൽ ഈ കൂടി വരുന്ന കൊലപാതക പരമ്പരകളെ കാണുക, ഒരേ സമയം ഒന്നിലധികം പേരെ കൊല്ലുന്ന ആളുകൾ, അതിൽ തന്നെ 30-നും 20-നും വയസ്സിന് ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർ ഇത്ര വലിയ മാരകമായ വയലൻസ് ചൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന് പൊതുവായ ഒരു കാരണം നമുക്ക് കണ്ടെത്തുക സാധ്യമാണോ? നമുക്ക് ഈ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഈ പ്രതി വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൃത്യം നിർവഹിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം മുൻകൂട്ടി തന്നെ ഇവരെ ആക്രമിക്കാനും കൊല്ലാനുമുള്ള ചുറ്റിയടക്കം വാങ്ങിച്ചു വെച്ചതായിട്ടൊക്കെ തെളിവുകൾ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തികച്ചും ഒരു ക്രിമിനൽ ഇന്റൻഷൻ നമുക്കിതിന് തെളിഞ്ഞു കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു അച്ഛന് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രശ്നത്തിൽ ഇത്രയധികം ആളുകളെ ഒരുമിച്ച് ഒരേ സമയം ഈ വ്യക്തി കൊല്ലുന്നു, അതും സ്വന്തം മാതാവിനെയും സ്വന്തം സഹോദരനെയൊക്കെ കൊല്ലുമ്പം അതിനുള്ള ക്രിമിനൽ ഇന്റൻഷൻ ഈ വ്യക്തിക്ക് എന്തുകൊണ്ട് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെയാണ് ഇത്തരത്തിലുള്ള കൃത്യത്തിൽ ഏർപ്പെടാറുള്ളത്. പക്ഷെ ഇതിൽ തീർച്ചയായിട്ടും സാഹചര്യ തെളിവുകൾ വ്യക്തി ലഹരി ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടോ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ, ഇത്തരത്തിലുള്ള മൃഗീയമായിട്ടുള്ള ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, തീർച്ചയായിട്ടും നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ടോ? സമീപകാലത്ത് ഇറങ്ങുന്ന പല സിനിമകളും ഭയങ്കരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ക്രിമിനൽ കഥകളും ഉൾപ്പെടുത്തിയിട്ടുള്ള സിനിമകൾക്ക് ഇതിന് വ്യക്തമായിട്ടുള്ള പങ്കുണ്ടോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ കൂടുതലായിട്ടുള്ള തെളിവുകൾ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ വ്യക്തിക്ക് ഇത്തരത്തിലൊരു ഹീനകൃത്യത്തിൽ ഏർപ്പെടാനുള്ള മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതുവരെ നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടുന്നവരെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു ക്രിമിനൽ ഇന്റൻഷൻ ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പറയാം. സ്വന്തം സഹോദരനെയും സ്വന്തം അമ്മയും ഒരു മനസാക്ഷിക്കുത്തും ഒന്നുമില്ലാതെ, കുറ്റബോധമില്ലാതെ കൊല്ലുകയും സ്വയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയും ചെയ്യുന്നതിലും തീർച്ചയായിട്ടും എന്തോ ഒരു ഈ വ്യക്തിക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് സാമ്പത്തികമാണോ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ഈ കേസിനെ കുറിച്ച് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ആളുകൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നതിന്, അല്ലെങ്കിൽ ഇത്തരം പിരിമുറുക്കങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന്, അല്ലെങ്കിൽ വിചിത്രമായ സ്വഭാവങ്ങളിലേക്ക്, പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങളിലേക്ക് എത്തുന്നതിന് പലവിധ കാരണങ്ങളുണ്ടെന്ന് ഇപ്പോൾ ഒന്ന് ലഹരി മരുന്നിൻ്റെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, വയലൻസിനെ പരമാവധിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന, വയലൻസിനെ പ്രധാന USP ആക്കുന്ന സിനിമകൾ എമ്പാടും ഇപ്പോൾ കേരളത്തിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പുതിയ ചെറുപ്പക്കാരെ ഇത്തരം സിനിമകൾ, വയലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഘോഷിക്കാനുള്ള ഒന്നാണ്. ഈ ചോര എന്ന് പറയുന്നത് ഒരു 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 സെലിബ്രേഷൻ്റെ സംഗതിയാണ് എന്ന ഒരു മൂഡ് പൊതുവെ ഈ പുതിയ ചെറുപ്പക്കാരിലേക്ക് വന്നിട്ടുണ്ട് എന്ന് താങ്കൾ പറയുമോ, അതോ അതൊരു അതിവാദമാണോ? എന്നോടാണോ ചോദിക്കുന്നത്? യെസ്. സുരേഷ് കുമാർ, താങ്കളോട് ചോദിക്കുകയാണ്. സുരേഷ് കുമാർ, താങ്കൾ കേൾക്കുന്നുണ്ടോ? ഈ ചോദ്യം എന്നോടാണോ?
യെസ് സുരേഷ് കുമാർ, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. അതായത് ഈ സിനിമയിലെ വയലൻസ് പുതിയ തലമുറയെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നു എന്നത് കാലാകാലങ്ങളായി പറഞ്ഞു കേൾക്കുന്ന വേണ്ട അത്ര അടിത്തറയില്ലാത്തൊരു വാദമാണോ, അതോ ഈ പുതിയ കാലത്ത് ഈ പുതിയ വയലൻസുകളുടെ നടുക്ക് നിൽക്കുമ്പോൾ നമുക്ക് സിനിമ ഒരു ഫാക്ടർ ആകുന്നുണ്ട് എന്ന് പറയേണ്ടി വരികയാണോ?